100% ഉറപ്പാണെന്ന് വീട്ടിൽ പോയി കഴിച്ച ഫുഡ് തയ്യില്ല എന്നുള്ളത്. ഇതിനൊരു പരിഹാരമാണ് മന്തിനാവോക്ക്. ഈ പേര് പറഞ്ഞ നേരെ പിടിച്ചത് മഞ്ഞൾക്ക്. ഇവിടെ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ലാഗ് ഇല്ലാത്ത സാധനം ടേബിളുമൊക്കെ. ഇവിടെ എന്ന് വന്നാലും ഇവിടുത്തെ മിററിലേക്ക് ചൊർക്കോ. എവിടെ മിറർ ഉണ്ടാലും ഈ ഒരു പോസിങ് മസ്റ്റ് ആണ് കഴിച്ചത്. പിന്നെ ഇവിടെ സീറ്റിംഗിൽ വന്നിരുന്നേ ഇതാണ് ജാബിറ്. മുന്നൊരട്ടം പറയുന്നത് ഇഞ്ഞൊരട്ടം അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ പോവാ. ഇന്നെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ലാത്തതുകൊണ്ട് അതിന്റെ വഴി തല പോണില്ല. ഈ നേരം കൊണ്ട് ക്യാമിന്റെ ബ്രൈറ്റ്നസ് കൂട്ടിയും കുറച്ച് കണ്ട് ഈ ലൈറ്റിന്റെ ചൊർക്ക് ഉണ്ടായിക്കൊണ്ട്. പിന്നെ മെനു കാർഡ് കൊടുക്കുന്നത് നമുക്ക് എന്തിനും മെനു കാർഡ്, ഇതൊക്കെ നമുക്ക് കാണാൻ പാടില്ല. ഇന്ന് അതുവരെ തിന്നിട്ടില്ലാത്തൊരു റൈസ് ആണ് സുർബാൻ റൈസ്. ഇന്ന് അതാണ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി കഴിച്ചതിന് ശേഷം പറയാം സാധനം എങ്ങനെ ഉണ്ട്. കുക്കുംബർ സ്ലൈസ് ഉണ്ടല്ലോ, ഇത് മയോണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോ മയോണൈസ് അധികം കിട്ടൂല. ഈ മയോണൈസ് ഇട്ടാത്തിന് ഒരു പരിഹാരം ഉണ്ട്. 2 കുക്കുംബർ സ്ലൈസ് എടുക്കുക, അപ്പുറം ഇപ്പുറം വെക്കുക മയോണൈസിന്റെ, എന്നിട്ടൊരു ഒറ്റ കൊടുത്താൽ വീഡിയോയിൽ കാണുന്നതേമാതിരി. എനിക്ക് പറഞ്ഞാൽ അറിയില്ല. പിന്നെ ഐറ്റം ടേബിൾ എത്തി നമ്മൾ റൈസിന്റെ ഫോട്ടോ എടുത്ത് ഹാഫാണ് അൽഫാമാണ്. പിന്നെ ചെസ്റ്റ് പീസ് ഞാനാണ് തൂക്കി 61 ഡിഗ്രി ചെരിച്ചപ്പോത്തിന് സാധനം പ്ലേറ്റ് കൂണ്. പ്ലേറ്റിൽ തന്നെ ഉണ്ട് മുക്കാവ കഴിഞ്ഞ പ്ലേറ്റിൽ. പിന്നെ ബാക്കിയുള്ള കുറച്ച് സെന്റ് സ്ഥലത്തേക്ക് കുറച്ച് റൈസ് ഇട്ട് ഒതുക്കി. പീസിന് വേദനമാകാത്ത രീതിയിൽ ഒരു ചെറിയ കണ്ടെടുത്ത് കുറച്ച് മയോണൈസും അതിന്റെ പരിസരഭാഗത്തുള്ള കുറച്ച് ചോറ് കൊടുത്തൊരു ഒറ്റ അടി സാധനം. റൈസ് ഒക്കെ ഇഷ്ടായി. പിന്നെ 1 ഇട്ട് 2 ഇട്ട് 3 ഇട്ട് പിന്നെ നമ്മളെ പൂതി കുറച്ച് മന്തിയും കൊണ്ടിരിച്ച് മന്തിയും കുറച്ച് കഴിച്ചു നോക്കി. മന്തി പോണ മോശമല്ലേ. ചെസ്റ്റ് പീസിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പിന്നെ പെപ്സി അടിച്ചാണ്ട് പരിപാടി എടുത്തി. 587 റുപ്യ രണ്ടാൾക്കും കൂടി. ഇവിടുത്തെ പേയ്മെന്റ് ക്ലിയർ ചെയ്ത് നേരെ പരിക്കല്ലേ. അപ്പൊ ഓക്കെ ബൈ.